ഇടതുമുന്നണിയുടെ പരസ്യം പ്രസിദ്ധീകരിച്ചതിന് സമസ്തയുടെ മുഖപത്രം മുസ്ലിം ലീഗ് പ്രവർത്തകർ കത്തിച്ചതിൽ പ്രതിഷേധം. സംസ്കാരമില്ലാത്ത നടപടിയെന്ന സുപ്രഭാതം മാനേജ്മെന്റ്. ഇത്തരം സാമൂഹ്യദ്രോഹികളെ കരുതിയിരിക്കണമെന്ന സംസ്ഥയുടെ വിദ്യാർത്ഥി സംഘടന SKSF. വിവരങ്ങളുമായി ഇപ്പോൾ KT സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സ്വാലി, ഗുഡ് മോർണിംഗ്. സ്വാലി, ഇന്നലെ നമ്മൾ കണ്ടതാണ് സമസ്തയുടെ മുഖപത്രം മുസ്ലിം ലീഗ് പ്രവർത്തകർ കത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് നമ്മൾ ആ ദൃശ്യങ്ങളെല്ലാം കണ്ടത്. അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CAA-ക്കെതിരെ ഒരു പരസ്യം നൽകിയതിൻ്റെ പേരിലാണ് മലപ്പുറത്ത് അത്തരത്തിലൊരു സംഭവം തന്നെ ഉണ്ടാകുന്നത്. പക്ഷേ ഇന്നലത്തെ ചന്ദ്രികയുടെ ആദ്യത്തെ പേജ് ഈ പറയുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അതായിരുന്നില്ല ആദ്യം കത്തിക്കേണ്ടത്? അഞ്ജന, ഈ നടപടിയിൽ, പത്രം കത്തിച്ച നടപടിയിൽ വലിയ പ്രതിഷേധം തുടരുകയാണ്. പ്രത്യേകിച്ച് സമസ്തയുടെ ഭാഗത്തു നിന്ന് തന്നെ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സമസ്തയുടെ നേതാക്കൾ, സുപ്രഭാതത്തിൻ്റെ മാനേജ്മെൻറ്റ് കൂടിയായ മുസ്തഫ മുണ്ടുപാറയും ഹമീദ് ഫൈസി അമ്പലക്കടവും വാർത്താക്കുറിപ്പിറക്കിയതിൽ ഇത് അസാംസ്കാരികപരമായ നടപടിയെന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഇത്തരം ഹീനകൃത്യങ്ങൾ ചെയ്യുന്നവരെ കരുതിയിരിക്കണമെന്ന് സമസ്ത മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം ഇത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. സമസ്തയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സ്ഥാപനം സമസ്ത കെട്ടിപ്പടുത്തത്. അതിനെതിരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സമസ്തയെ തകർക്കാനുള്ള നടപടിയാണെന്ന് SKSSF പറയുന്നു. സാമ്പത്തികമായി തകർക്കുകയാണ് ലക്ഷ്യമെന്ന് SKSSF ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു നടപടി മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഇക്കാര്യത്തിൽ ഇവരെ തള്ളി പറയാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല. ഇതുതന്നെയാണ് സമസ്ത വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നത്. ഇന്നത്തെ ഈ വാർത്താക്കുറിപ്പ് ഇന്ന് സുപ്രഭാതം പത്രം വാർത്തയാക്കുകയും ചെയ്തിരിക്കുന്നു. ഇടതില്ലെങ്കിൽ മുസ്ലിങ്ങൾ രണ്ടാം കിട പൗരന്മാരാകുമെന്ന പരസ്യവാചകത്തോടെ മുഖ്യമന്ത്രിയുടെ ചിത്രസഹിതമാണ് ഈ പരസ്യം നൽകിയിരുന്നത്. ഇതാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. ഇത്തരത്തിലൊരു പരസ്യം സുപ്രഭാതം പത്രത്തിൽ മാത്രമാണ് കണ്ടത്. അത് മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് വലിയ പ്രതിഷേധമുണ്ടാക്കുന്നു. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പരസ്യം കണ്ടതോടെ വലിയ പ്രതിഷേധം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. നമുക്കറിയാം, നേരത്തെ ഈ CAA-യുമായി ബന്ധപ്പെട്ട ഇടതുമുന്നണിയുടെ സമരങ്ങളിലെല്ലാം തന്നെ സമസ്ത ഭാഗമായിരുന്നു. ഇത് ഇരു വിഭാഗവും തമ്മിലുള്ള അകൽച്ച ഉണ്ടാക്കിയിരുന്നു. അത് കൂട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ നടപടി. അഞ്ജന. സ്വാലി, അതായത് ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. സ്വാഭാവികമായും നമുക്ക് ഓരോരുത്തർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ CAA-ക്കെതിരെ വലിയ രീതിയിലുള്ള ശബ്ദം കേരളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ CAA ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനത്ത് ഇടതുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രതിഷേധാർഹമായ ഒരു നടപടി ഉണ്ടാകുന്നത്. അതും CAA-ക്കെതിരായ പരസ്യം കണ്ടതിന്റെ പേരിലാണ് സുപ്രഭാതം മുഖപത്രം കത്തിക്കുന്നത്. സുപ്രഭാതത്തിന്റെ പത്രം കത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വളരെയധികം പ്രതിഷേധം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നിമിഷം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഈ ഒരു നിമിഷം വരെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മൗനം പാലിക്കുകയാണ്. യാതൊരു വിധമായിട്ടുള്ള മിണ്ടാട്ടവും അവർക്ക് ഈ ഒരു വിഷയത്തിൽ ഇല്ല എന്ന് പറയുന്നത് അത് തീർച്ചയായും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട, പ്രതിഷേധിക്കേണ്ട വിഷയം കൂടിയാണ്. തീർച്ചയായും അഞ്ജന സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ സമസ്തയുടെ സുപ്രഭാതം പത്രത്തിലല്ല, ചന്ദ്രിക ദിനപത്രത്തിൽ പോലും സർക്കാരിൻ്റെ പരസ്യങ്ങൾ സാധാരണ പ്രത്യക്ഷപ്പെടാറുണ്ട്. ചന്ദ്രികയുടെ എഡിറ്റോറിയലിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം, നവകേരളവുമായി ബന്ധപ്പെട്ട ലേഖനം നേരത്തെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യങ്ങൾ ഈ പത്രങ്ങൾ നൽകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരസ്യമാണ് കണ്ടത്. അതും പൗരത്വ വിഷയം മുൻനിർത്തിയുള്ള ഒരു പരസ്യമാണ് സമസ്തയുടെ പത്രത്തിൽ കാണുന്നത്. ഇത് സ്വാഭാവികമായും മുസ്ലിം ലീഗിനെ ഏറെ ചൊടിപ്പിക്കുന്ന കാര്യം ഇതുതന്നെയാണ്. കാരണം ഈ പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട്
തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാന ചർച്ചയായി വന്നപ്പോൾ ഇടതുമുന്നണിയെ സ്വാഭാവികമായും മലബാറിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. ഇത് മുസ്ലിം ലീഗിന് ഒരു അങ്കലാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിലെല്ലാം സമസ്ത പോലുള്ള സംഘടനകൾ വളരെ കാലമായി മുസ്ലിം ലീഗിൻ്റെ അനുയായികളായി നിന്നിരുന്ന അല്ലെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്ന സമസ്ത, അതുപോലെ മുജാഹിദിൻ്റെ ഇരു വിഭാഗങ്ങൾ തുടങ്ങി എക്കാലത്തും മുസ്ലിം ലീഗിനൊപ്പം നിന്നിരുന്ന സംഘടനകൾ പോലും മാറി ചിന്തിക്കുകയും ഇടതുപക്ഷത്തോടൊപ്പം അടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മലബാറിൽ പൊതുവെയുണ്ട്. ഇത് തന്നെയാണ് മുസ്ലിം ലീഗിന് വലിയ അങ്കലാപ്പ് ഉണ്ടാക്കുന്നത്. ഇതിൽ നിന്നാണ് ഇത്തരത്തിലൊരു പത്രം കത്തിക്കുന്ന നിലയിലേക്കൊക്കെ മുസ്ലിം ലീഗ് മാറുന്നത്. സമസ്ത അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാം വളരെ രൂക്ഷമായ വിമർശനം ഈ നടപടിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. സമസ്തയുടെ നേതാക്കൾ തന്നെയാണ് ഈ സുപ്രഭാതം പത്രത്തിൻ്റെ മാനേജ്മെൻറ്റിലുമുള്ളത്. ഈ ഒരു പ്രവൃത്തി തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്. ഇത്തരത്തിൽ എല്ലാവരുടെയും പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്ന കാര്യം അന്തരിച്ച ഹൈദരലി ശിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഈ പത്രത്തിൻ്റെ സ്ഥാപക നേതാക്കളെല്ലാം കൂടി ഒരുമിച്ച് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. പാണക്കാട് ഹൈദരലി തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ബോഡി എടുത്ത തീരുമാനത്തിൻ്റെ തുടർന്നാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ സുപ്രഭാതം നൽകി വരുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് തന്നെ രംഗത്ത് വരുന്ന വൈരുദ്ധ്യപരമായ ഒരു സമീപനം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അഞ്ജന. ശരി സ്വാലി, എന്തായാലും കൃത്യമായ രീതിയിൽ പ്രതിഷേധം ഉയർന്നു വരേണ്ട വിഷയം തന്നെയാണ്. കാരണം CAA എന്ന് പറയുന്ന ഒരു വാക്ക് പ്രതിപാദിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട്, UDF എന്ന മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അത്തരത്തിൽ കേരളത്തിലെ ജനത കൃത്യമായ പ്രതിരോധം തീർക്കുന്ന CAAക്കെതിരെ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൃത്യമായ പ്രതിരോധം തീർക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു പരസ്യം കണ്ട് അസഹിഷ്ണുത പുലർത്തുകയും ആ പരസ്യം ഉള്ള പത്രം കത്തിക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. സ്വാഭാവികമായും രാഷ്ട്രീയ പാഠം എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. കാരണം 5 നാൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ എന്ത് സന്ദേശമാണ് ഇന്നലെ ഈ ഒരു സുപ്രഭാതം പത്രം കത്തിച്ചതുകൊണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ സമൂഹത്തിന് നൽകുന്നത് എന്ന വലിയ ചോദ്യം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ്. വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്.